രാജ്യത്തുടനീളമുള്ള വിമാനത്താവളങ്ങളിൽ തുടർച്ചയായ മൂന്നാം ദിവസവും കൂടുതൽ വിമാനങ്ങൾ റദ്ദാക്കി ഇൻഡിഗോ. ഡൽഹി, മുംബൈ, ഹൈദരാബാദ്, ബംഗളൂരു, അഹമ്മദാബാദ് തുടങ്ങിയ നഗരങ്ങളിലെ വിമാനത്താവളത്തിൽ ഇൻഡിഗോയുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നേരിട്ടു. ഇതേ തുടർന്ന് ആയിരക്കണക്കിന് യാത്രക്കാരാണ് വിമാനത്താവളങ്ങളിൽ കുടുങ്ങിയത്. ഇൻഡിഗോയ്ക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനും രംഗത്തെത്തിയിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളായി ഒട്ടേറെ വിമാനങ്ങൾ റദ്ദാക്കിയതിന് പിന്നാലെയാണ് DGCAയുടെ അന്വേഷണം. സാങ്കേതിക വിഷയങ്ങൾ കാരണമാണ് വിമാന സർവീസുകൾ റദ്ദാക്കിയതെന്നാണ് കമ്പനികളുടെ വിശദീകരണം. എന്നാൽ ജീവനക്കാരുടെ കുറവ് കാരണമെന്നാണ് അനൌദ്യോഗിക റിപ്പോർട്ടുകൾ. ചെക്ക് ഇൻ സോഫ്റ്റ്വെയർ തകരാർ എയർ ഇന്ത്യ വിമാന സർവീസുകളെ ബാധിച്ചിരുന്നുവെന്നും വിവരമുണ്ട്. ഡൽഹിയിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന 30-ലധികം ഇൻഡിഗോ വിമാനങ്ങൾ ഇന്ന് പുലർച്ചെയാണ് റദ്ദാക്കിയത്. ഹൈദരാബാദിലും ഏകദേശം 33 വിമാനങ്ങൾ റദ്ദാക്കി. 73 ഇൻഡിഗോ വിമാനങ്ങൾ റദ്ദാക്കിയതായി ബംഗളൂരു വിമാനത്താവളവും അറിയിച്ചു. മുംബൈ വിമാനത്താവളത്തിലും നിരവധി വിമാനങ്ങൾ റദ്ദാക്കി. പ്രതിദിനം 2200 വിമാനയാത്രകൾ നടത്തുന്ന ഇന്ത്യയിലെ ഒരു പ്രധാന എയർലൈനാണ് ഇൻഡിഗോ. തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഗണ്യമായി കുറഞ്ഞതായി സമ്മതിച്ച ഇൻഡിഗോ യാത്രക്കാർക്ക് നേരിട്ട തടസ്സത്തിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. ചെറിയ സാങ്കേതിക തകരാറുകൾ, ശൈത്യകാലവുമായി ബന്ധപ്പെട്ട ഷെഡ്യൂൾ മാറ്റങ്ങൾ, പ്രതികൂല കാലാവസ്ഥ, വ്യോമയാന സംവിധാനത്തിലെ വർദ്ധിച്ച തിരക്ക്, പുതുക്കിയ ക്രൂ റോസ്റ്റിംഗ് നിയമങ്ങൾ നടപ്പിലാക്കൽ എന്നിവയുൾപ്പെടെ നിരവധി അപ്രതീക്ഷിത വെല്ലുവിളികൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിച്ചു എന്ന് എയർലൈൻ പ്രസ്താവന നടത്തി. കേന്ദ്ര സർക്കാർ നിഷ്കർഷിച്ച പുതിയ ഫ്ലൈറ്റ് ഡ്യൂട്ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി നടപ്പാക്കാത്തതാണ് ഇൻഡിഗോ വിമാനങ്ങൾ റദ്ദാക്കുന്നതിലേക്ക് നയിച്ചതെന്ന് പൈലറ്റുമാരുടെ സംഘടന അറിയിച്ചു. കോക്പിറ്റ് ജീവനക്കാർക്കായുള്ള പുതിയ ഫ്ലൈറ്റ് ഡ്യൂട്ടി വിശ്രമ സമയ മാനദണ്ഡങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കുന്നതിന് മുൻപ് 2 വർഷത്തെ തയ്യാറെടുപ്പ് സമയം ഇൻഡിഗോയ്ക്ക് ലഭിച്ചിരുന്നെന്നും എന്നാൽ ഇവ കൃത്യമായി നടപ്പാക്കിയില്ല എന്നുമാണ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ പൈലറ്റ്സ് പറയുന്നത്. വിശദീകരിക്കാനാകാത്ത വിധത്തിലുള്ള നിയമ നിരോധനമാണ് ഇൻഡിഗോ നടപ്പാക്കിയതെന്നും FIP DGCക്ക് ബുധനാഴ്ച അയച്ച കത്തിൽ പറഞ്ഞു. പുതിയ ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻസ് നിയമപ്രകാരം സുരക്ഷിതമായി സർവീസുകൾ നടത്താൻ ആവശ്യമായ ജീവനക്കാർ ഇല്ലെങ്കിൽ എയർലൈനുകളുടെ സീസണൽ ഫ്ലൈറ്റ് ഷെഡ്യൂളുകൾക്ക് അംഗീകാരം നൽകരുതെന്ന് DGCയോട് അഭ്യർത്ഥിച്ചതായി FIP അറിയിച്ചു. ജീവനക്കാരുടെ കുറവുണ്ടായത് ഇൻഡിഗോയുടെ വീഴ്ച കൊണ്ടാണ്. ഇത് ഒഴിവാക്കാമായിരുന്നു. യാത്രക്കാരോടുള്ള ഉത്തരവാദിത്തം പാലിക്കുന്നതിൽ ഇൻഡിഗോ പരാജയപ്പെടുന്നത് തുടർന്നാൽ തിരക്കേറിയ സീസണിൽ മറ്റ് എയർലൈനുകൾക്ക് സ്ലോട്ടുകൾ പുനഃപരിശോധിച്ച് പുനർവിതരണം ചെയ്യുന്നത് പരിഗണിക്കണമെന്നും FIP ആവശ്യപ്പെട്ടു. 10,000-കണക്കിന് യാത്രക്കാരെ ദുരിതത്തിലാക്കി ഇൻഡിഗോ വിമാന സർവീസുകൾ രാജ്യവ്യാപകമായി അവതാളത്തിലായി. ഇതുവരെ 321 സർവീസുകളാണ് റദ്ദാക്കിയത്. സംഭവത്തിൽ DGC അന്വേഷണം തുടങ്ങി. ജീവനക്കാർക്ക് അനുകൂലമായി നിയമങ്ങളിൽ ഇളവ് നേടാനുള്ള വിമാന കമ്പനികളുടെ സമ്മർദ്ദ തന്ത്രമാണോ ഇതെന്ന് പരിശോധിക്കണമെന്ന പൈലറ്റുമാരുടെ സംഘടന ആവശ്യപ്പെട്ടു. ഡൽഹി അടക്കം രാജ്യത്തെ പ്രധാന വിമാനത്താവളങ്ങളിലായി 10,000-കണക്കിന് യാത്രക്കാരാണ് ദുരിതത്തിലായത്. 2 ദിവസമായി 300-ലധികം സർവീസുകൾ ഇൻഡിഗോ റദ്ദാക്കിയിരുന്നു. പല വിമാനത്താവളങ്ങളിലും യാത്രക്കാർ പ്രതിഷേധം സംഘടിപ്പിച്ചു. ജീവനക്കാരുമായി വാക്കേറ്റവും ഉണ്ടായി. ഇൻഡിഗോ വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദായത് മറ്റ് കമ്പനികളുടെ സർവീസിനെയും സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. വിവിധ വിമാനത്താവളങ്ങളിലെ 100-ൽ-അധികം വിമാനങ്ങൾ വൈകുകയും ചെയ്തു. ഡിസംബർ 3-ന് രാജ്യത്തെ 6 പ്രധാന വിമാനത്താവളങ്ങളിൽ നിന്ന് കൃത്യസമയത്ത് പുറപ്പെടുകയും എത്തിച്ചേരുകയും ചെയ്തത് 19.7% ഇൻഡിഗോ വിമാനങ്ങൾ മാത്രമാണെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് പറയുന്നു. മറ്റെല്ലാ വിമാന കമ്പനികളും ആവശ്യത്തിന് പൈലറ്റുമാരെ മുൻകൂട്ടി നിയമിക്കുകയും സമയബന്ധിതമായ ആസൂത്രണത്തിലൂടെയും തയ്യാറെടുപ്പുകളിലൂടെയും വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുകയും ചെയ്യുന്നുണ്ടെന്നും സംഘടന കൂട്ടിച്ചേർത്തു. ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് ഉൾപ്പെടെയുള്ള വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ കുറഞ്ഞ ജീവനക്കാരെ മാത്രം നിലനിർത്തുന്ന ഇൻഡിഗോയുടെ നിലപാടിന്റെ നേരിട്ടുള്ള ഫലമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി. മുന്നറിയിപ്പില്ലാതെ വിമാനങ്ങൾ റദ്ദാക്കിയതും മണിക്കൂറുകൾ വൈകിയതും കാരണം ഭക്ഷണവും വെള്ളവും പോലും കിട്ടാതെ യാത്രക്കാർ വലയുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ബംഗളൂരു വിമാനത്താവളത്തിലാണ് യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടുകൾ നേരിട്ടത്. കൊൽക്കത്തയിൽ 10 വിമാനങ്ങൾ റദ്ദാക്കിയെന്നും റിപ്പോർട്ടുണ്ട്. ഇന്ത്യയുടെ ചെലവ് കുറഞ്ഞ വിമാന കമ്പനി ആയതിനാൽ മിക്ക യാത്രക്കാരും ഇൻഡിഗോയെ ആശ്രയിക്കാറുണ്ട്. എന്നാൽ അടുത്തിടെ വിമാനം വൈകുന്നതും റദ്ദാക്കുന്നതും വഴിതിരിച്ചു വിടുന്നതുമായ പ്രശ്നങ്ങൾ യാത്രക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഈ തടസ്സങ്ങൾ ഉടൻ പരിഹരിക്കുമെന്നാണ് ഇൻഡിഗോ ഇപ്പോൾ പറയുന്നത്. നവംബർ 1 മുതൽ ജോലി സമയവുമായി ബന്ധപ്പെട്ട പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നതാണ് കാര്യങ്ങളെല്ലാം തകിടം മറിച്ചതെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.